മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സന്ദേശം കഥകളിലൂടെയും നോവലുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും മനുഷ്യഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച സാഹിത്യകാരനായിരുന്നു MD. നമ്മുടെ സ്വകാര്യതകളിൽ താലോലിച്ച സ്വപ്നങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളുമെല്ലാം MDയുടെ കഥാപാത്രങ്ങളിൽ എപ്പോഴും നമുക്ക് ദർശിക്കാൻ കഴിയും. ആർദ്രമായ പ്രണയവും ഹൃദയഭേദകമായ നൊമ്പരവും അടങ്ങാത്ത ആനന്ദവും എല്ലാം അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ അക്ഷരങ്ങളിലൂടെ പകർന്നു നൽകിയ മലയാളത്തിൻ്റെ പുണ്യമായിരുന്ന MD ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു. മനസ്സിലും ചിന്തയിലും ഗൃഹാതുരത്വത്തിന്റെ നനുത്ത ഓർമ്മകൾ പകരുന്ന അക്ഷരങ്ങൾ കൊണ്ട് മായിക ലോകം അദ്ദേഹം സൃഷ്ടിച്ചു. പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സാഹിത്യത്തിന് പുറമെ ചലച്ചിത്ര രംഗത്ത് തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച MD അധ്യാപകൻ, പത്രാധിപർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 2 സിനിമകളിലായി 5 ഗാനങ്ങൾക്കും MD തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. MD എന്ന രണ്ടക്ഷരം മലയാള സാഹിത്യ സിനിമാ ലോകത്തിന്റെ അഭിമാന സ്തംഭമാക്കിയ പ്രതിഭയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 1933 ജൂലൈയിൽ പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം. പുന്നയൂർക്കുളം T. നാരായണൻ നായരുടെയും കൂടല്ലൂർ അമ്മാളുവമ്മയുടെയും ഇളയ മകൻ. സ്കൂൾ വിദ്യാഭ്യാസം കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലും മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രത്തിൽ ഉപരിപഠനം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂളുകളിൽ കണക്ക് അധ്യാപകനായി. ഇടയ്ക്ക് കിട്ടിയ ഗ്രാമസേവകന്റെ ജോലി ദിവസങ്ങൾക്കകം രാജിവെക്കുകയും അധ്യാപന രംഗത്ത് മടങ്ങിവരികയും ചെയ്തു. തുടർന്ന് മാതൃഭൂമികൾ ചേർന്നതോടെ തട്ടകം കോഴിക്കോടേക്ക് മാറ്റി. ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ MDയുടെ വളർത്തുമൃഗങ്ങൾ 1ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനാകുന്നത്. ഇക്കഴിഞ്ഞ 15-നാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനിടയിൽ ഹൃദയാഘാതമുണ്ടായി. കഴിഞ്ഞ 4 ദിവസം ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാൻ സാധിക്കുമായിരുന്നു. ബുധനാഴ്ച കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലാവുകയും രാത്രി 10 മണിയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു. MDയുടെ വിയോഗത്തിൽ സംസ്ഥാനത്ത് 2 ദിവസം ദുഃഖമാചരിക്കും. ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റി. ഇന്ന് വൈകിട്ട് 4 വരെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം വൈകിട്ട് 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും.